കാര്യങ്ങളൊക്കെ വരുമ്പോൾ അറിയാം. ഐ എം സോ എക്സൈറ്റഡ്. ടൈം 5 മണിയാണ്. 1 മണിക്കൂറത്തെ യാത്രയുണ്ട്. 9:30 അവിടെ എത്തണം. എനിക്ക് കുഞ്ഞിയുടെ വീട്ടിൽ പോയി ഞാൻ കുഞ്ഞിയുടെ പോകണം. എത്ര നേരത്തെ ഇറങ്ങണമെന്ന് അറിയാം. നേരത്തെ ഇറങ്ങണം. അതുകൊണ്ടാണ് രാവിലെ എണീറ്റത്. ഇനി അങ്ങോട്ട് രാവിലെ എണീക്കണം. ഉറക്കമൊക്കെ മതി. സ്കൂൾ അടുത്തായിരുന്നപ്പോൾ രാവിലെ പോകാൻ. ഇപ്പോൾ 10 മണിക്ക് പോയാൽ മതി. കോളേജ് അടുത്തായിരുന്നെങ്കിൽ നമുക്ക് പതുക്കെ പോയാൽ മതി. പക്ഷേ കോളേജ് അടുത്തല്ല, ദൂരെയാണ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച കോളേജൊക്കെ തന്നെ കിട്ടിയ ഇപ്പോൾ വിചാരിച്ചത് ഞാൻ ആദ്യമേ എനിക്ക് വിചാരിച്ചത് എനിക്ക് ഇപ്പാലെല്ലാം കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ തന്നെ കിട്ടി. ട്രയലിലും ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ അവിടെ മാറ്റമില്ല. ഇനി അലോട്ട്മെൻ്റ് ഉണ്ട്. എനിക്കൊന്ന് സബ്ജക്റ്റ് മാറ്റണമെന്നേ ഉള്ളൂ. അല്ലാതെ കോളേജ് മാറ്റിക്കൊണ്ടില്ല. കോളേജ് ബ്ലോഗ് കാണാം. ഇതാണപ്പം ഞാൻ ഔട്ട്ഫിറ്റായിട്ട് ഇന്ന് ചൂസ് ചെയ്തത്. ആമസോണിൽ നിന്ന് ഇന്നലെ വന്നതേ ഉള്ളൂ. അപ്പം അത് ഒന്ന് ഷേപ്പ് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ ഇതാണ് കോളേജ് ബാഗ്. കോളേജ് യൂസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ടൈമില്ല, ജസ്റ്റ് പോയി ഫ്രഷായി സെറ്റായി വരാം. ഓക്കെ. അങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറ്റി ബാഗൊക്കെ സെറ്റാക്കി അപ്പം ഒരുങ്ങി എല്ലാം ഇറങ്ങി ഗൈസ്. ഇനി നമുക്ക് പോയാൽ മതി. അങ്ങനെ അപ്പം ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കണമല്ലോ. അങ്ങനെ കുറച്ച് നടന്ന് അങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ടെത്തി. അപ്പം എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. വഴിയിലെ വരെ ലിഫ്റ്റ് കിട്ടി. അങ്ങനെ ലിഫ്റ്റിൽ വന്നു. അവിടുന്ന് ബസ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. നേരെ കുഞ്ഞിൻ്റെ അടുത്തോട്ടാണ് പോണത്. രാവിലെ ആയതുകൊണ്ട് ബസ്സിൽ ആരുമില്ല, നല്ല തണുപ്പുമാണ്. അങ്ങനെ രാവിലെ എത്തി. രാവിലെ ദോശയും മുട്ടക്കറിയും കഴിച്ചു. കൊള്ളാം. കുഞ്ഞുണ്ടാക്കുന്ന എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു സ്പെഷ്യലാണത്. എനിക്ക് എത്ര തിന്നാലും മടുക്കാത്ത ഒന്നാണ് കുഞ്ഞുണ്ടാക്കുന്ന ഫുഡ്. അങ്ങനെ ഞാനും കുഞ്ഞേയും കൂടെ ഇറങ്ങി. കുഞ്ഞ് ബാക്കിലത്തെ സീറ്റിലുണ്ട്, ഞാനിവിടെ ഫ്രണ്ടിലിരുന്നു, സൈഡ് സീറ്റ്. അങ്ങനെ ആദ്യത്തെ ബസ് കയറി. ഇതിപ്പം രണ്ടാമത്തെ ബസ്സാണ് കയറുന്നത്. ഓരോരോ ബസ് മാറി കയറി. ഇത് 3ാമത്തെ ബസ്സാണ് പാലോട് നിന്ന്. അങ്ങനെ കോളേജ് എത്തി. വിജ്ഞാനോത്സവം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നേരെ കോൺഫറൻസ് ഹാളിലോട്ടാണ് പോകണം. അവിടെ NCC ഉണ്ട്, NSS ഉണ്ട്. അപ്പോൾ അവിടുത്തെ വോളണ്ടിയേഴ്സ് എല്ലാം അവിടെ ഓരോന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഭയങ്കര പോസ്റ്റാണ്. എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. എല്ലാവരും ഇങ്ങനെ പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വരും. എനിക്ക് പ്രത്യേകിച്ച് ഈ പ്രസംഗിക്കണ അതൊന്നും എനിക്കിഷ്ടമല്ല. കേൾക്കുമ്പോഴേ ഉറക്കവും ബോറും ഒക്കെ വരും. പിന്നെ അവിടുന്ന് ചായ കിട്ടി. പിന്നെ പഴംപൊരിയും പിന്നെ ബജ്ജിയും ഉണ്ടായിരുന്നു. ഞാൻ ബജ്ജിയാണ് വാങ്ങിച്ചത്. ചായയും കൊള്ളാം, ബജ്ജിയും കൊള്ളാം, നല്ല ചൂടുണ്ട്. അവിടുത്തെ കേഡറ്റ്സൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. കുഴപ്പമില്ല. പിന്നെ കോളേജിൻ്റെ കാര്യങ്ങളെല്ലാം ആഡാക്കിയിട്ട് നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്തായിരുന്നു. കോളേജിൻ്റെ ഫുൾ സ്ട്രക്ചർ അതിലുണ്ടായിരുന്നു. ഓരോ ക്ലാസ് ആണെങ്കിലും അവിടുത്തെ എന്തൊക്കെയാണ് അതിൻ്റെ ഫെസിലിറ്റീസും അങ്ങനെയൊക്കെ കുറച്ച് ഒരു വീഡിയോ സെറ്റാക്കിയിട്ട് നമുക്ക് കാണിച്ചു തന്നായിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും പിന്നെ അവിടുത്തെ ക്യാൻറ്റീൻ, പ്രിൻസിപ്പൽ റൂം, അങ്ങനെ കുറേ ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. ആവശ്യത്തിന് എല്ലാം ഉണ്ട്. അപ്പം ഫുൾ ഷൂട്ട് ചെയ്തില്ല. അങ്ങനെ എല്ലാം നമുക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തന്നായിരുന്നു. അതൊന്ന് പ്ലേ ചെയ്തു. പിന്നെ ഓരോ മീറ്റിംഗ് സ്റ്റാർട്ടായി. മേജർ ഗസ്റ്റൊക്കെ വന്നു. പിന്നെ അത് ട്രോഫിയും അവാർഡും ഒക്കെ കൊടുത്ത് അതാണ് നമ്മുടെ പ്രിൻസിപ്പൽ. അവർ അതെല്ലാം കഴിഞ്ഞ് കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ അവിടുത്തെ സീനിയർ ചേച്ചിയുടെ ഒരു ഡാൻസ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ശരിക്കും ഇത് ഇഷ്ടപ്പെട്ട് ഗൈസ്. ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഒരു ചേച്ചിയും ചേട്ടൻ്റെ സോങ് ആയിരുന്നു. എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഫുള്ളും കേട്ടിരിക്കാൻ തോന്നും. പിന്നെ അവിടുത്തെ സീനിയർ ചേട്ടന്മാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു, അതും കൊള്ളായിരുന്നു. പിന്നെ സീനിയർ ചേച്ചിമാരുടെ ഡാൻസും ഉണ്ടായിരുന്നു, കുഴപ്പമില്ല.
പിന്നെ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് പുറത്ത് പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ ബസ് കയറി നേരെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 3-4 മണിയായി. നല്ല വിശപ്പും ദാഹവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നേരെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും 3 ബസ് കയറാനുള്ള പ്രയത്നത്തിലാണ്. എല്ലാ ബസ്സിൽ കയറുമ്പോഴും അരമണിക്കൂർ വെച്ച് ആവുന്നുണ്ട് ഈ 3 ബസ്സിലും. പിന്നെ പാട്ടൊക്കെ കേട്ടങ്ങിരുന്നു. പിന്നെ നേരെ കുഞ്ഞ് ഈസ്റ്റോട്ട് പോകാമെന്ന് പറഞ്ഞു. പോയി രാമേന്ദ്രയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ദൂരം ഒരു പ്രശ്നമാണ്. നല്ല ദൂരമുണ്ട് ഇവിടെ നിന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഇവിടെ നിന്ന് 7:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 9:30 എത്തിയത് സ്കൂളിൽ. 9:30 അവിടെ എത്തിയത്, കോളേജിലെത്തിയത്. അപ്പം ഡിസ്റ്റൻസ് ഒന്ന് ആലോചിച്ച് നോക്കാം. അതേപോലെ തിരിച്ചുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് വന്ന് ഈസ്റ്റോട്ടൊക്കെ പോയി കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിട്ടാണ് വീട്ടിൽ വന്നത്. നല്ല ക്ഷീണിച്ചു, തളർന്നു ഗൈസ്. 1.5 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ യാത്രയുണ്ട്. കുറച്ചൊക്കെ നമ്മൾ ആലോചിക്കുക, കുറച്ചൊക്കെ നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും നല്ല രസമാണ്, സുഖമാണ്. ഞാൻ ഇപ്പം തന്നെ മടുത്ത് തുടങ്ങി. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് 3-4 വർഷം ഞാനിങ്ങനെ സഹിക്കുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.